Back one and all to the channel. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഇൻ ബിസിനസ് എന്ന് പറഞ്ഞ പേപ്പർ ആയിരുന്നു നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയ കമ്പ്യൂട്ടർ സിസ്റ്റംസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അത് കമ്പ്യൂട്ടർ സിസ്റ്റംസ് പഠിക്കുമ്പോൾ നമ്മൾ അതിൽ കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയിട്ട് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾ +1 +2 അതേപോലെ ഡിഗ്രിയിൽ തന്നെ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഒക്കെ പഠിച്ച കാര്യം തന്നെയാണ് കമ്പ്യൂട്ടറിന്റെ ഫണ്ടമെന്റൽസ് ആയ കാര്യങ്ങൾ. ദാറ്റ് ഈസ് വാട്ട് ഈസ് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടർ സിസ്റ്റം എന്താണ്, കമ്പ്യൂട്ടറിന്റെ സിസ്റ്റത്തിന്റെ പാർട്സ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ഒരു കാര്യമാണ് കമ്പ്യൂട്ടറിന്റെ ഫങ്ഷനിങ് അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചർ ഓഫ് കമ്പ്യൂട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങൾ യൂഷ്വലി കേട്ടതിൽ നിന്ന് വിപരീതമായിട്ട് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്കിത് മനസ്സിലാക്കി പോവാം. ഓക്കെ, സോ സ്റ്റാർട്ടിങ് വിത്ത് കമ്പ്യൂട്ടർ ഫോളോസ്. കമ്പ്യൂട്ടറിന്റെ എങ്ങനെയാണ് കമ്പ്യൂട്ടർ പ്രോസസ്, അതായത് നമ്മളൊരു ഇൻഫോർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അത് എങ്ങനെയാണ് ഒരു ഇൻഫോർമേഷൻ ആക്കി മാറ്റുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞിരുന്നു. ഡാറ്റ എന്ന് പറഞ്ഞാൽ മീനിങ് ഇല്ലാത്ത അല്ലെങ്കിൽ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്, ഡാറ്റ എന്ന് വിളിച്ചത്. ഈ ഡാറ്റേനെ പ്രോസസ് ചെയ്ത് മീനിങ് ഫുൾ ആക്കുമ്പോൾ അതിനെ വിളിക്കുന്നതാണ് നമ്മൾ എന്ത്, ഇൻഫോർമേഷൻ. പ്രോസസ്ഡ് ഡാറ്റയാണ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞത് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. നമുക്ക് വേണ്ടി ഡാറ്റേനെ ഇൻഫോർമേഷൻ ആക്കി തരുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് നമ്മൾ എന്തെന്നുള്ളത് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞത്. കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് പ്രോഗ്രാംസിലാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇനി ഇവിടെ നോക്കുക, കമ്പ്യൂട്ടർ ഫോളോസ് ഇൻപുട്ട് പ്രോസസ് ഔട്ട്പുട്ട് സൈക്കിൾ. ഓക്കെ, ഈ ഒരു സൈക്കിളിലാണ് കമ്പ്യൂട്ടർ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുന്നത്. ഇൻപുട്ട്, പ്രോസസ് ആൻഡ് ഔട്ട്പുട്ട്, ഈ 3 സ്റ്റേജസിലാണ് കമ്പ്യൂട്ടർ ഈ ഡാറ്റനെ പ്രോസസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റേജ് ഇസ് പെർഫോംഡ് ബൈ ഇൻപുട്ട് യൂണിറ്റ്, സെക്കൻഡ് സ്റ്റേജ് പ്രോസസിംഗ് യൂണിറ്റ് ആൻഡ് തേർഡ് സ്റ്റേജ് ഔട്ട്പുട്ട് യൂണിറ്റ്. ഇതാണ്. അപ്പൊ ഇത് വായിച്ചിട്ട് നമുക്ക് കൊമേഴ്സ് സ്റ്റുഡൻസ് മനസ്സിലായ ആൾക്കാരുണ്ടാവും. എന്നാലും എന്താണ് ഈ സംഭവം, ഈ ഇൻപുട്ട് പ്രോസസ് സിസ്റ്റം? ഒന്നുമില്ല. നിങ്ങളിപ്പോൾ ഒരുപാട് ടയേർഡ് ഉണ്ടാവും ചിലപ്പോൾ അല്ലേ. നമുക്കൊരു ചായ കുടിക്കാം. ലെറ്റ്സ് ഹാവ് എ ടീ. അപ്പോൾ ഒരു ചായ നമുക്ക് ഉണ്ടാക്കണം. നമുക്കൊരു ചായ ഉണ്ടാക്കിക്കൊണ്ട് കമ്പ്യൂട്ടറിന്റെ ഫംഗ്ഷനിങ് പഠിക്കാം. ഇൻപുട്ട് പ്രോസസ് ആൻഡ് ഔട്ട്പുട്ട് എന്താ, നമുക്കൊരു ചായ ഉണ്ടാക്കിക്കൊണ്ട് പഠിക്കാം. അപ്പോൾ നമുക്കൊരു ചായ ഉണ്ടാക്കണം. ചായ ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം ഒരു ചായ ഉണ്ടാക്കാൻ, ഒരു നല്ലൊരു ടീ ഉണ്ടാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണം? നമുക്ക് വേണ്ടിയ കാര്യങ്ങൾ, നമുക്ക് മിൽക്ക് വേണം, ടീ പൗഡർ വേണം, ഷുഗർ വേണം. ഇത് 3 വേണം. നമ്മൾ വെള്ളമൊന്നും പാരാത്ത നല്ല ശുദ്ധമായ പാലുണ്ടാക്കിയ ചായയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സാധനങ്ങൾ ആണ് നമ്മുടെ എന്ത്, ഡാറ്റ. ഇപ്പൊ നിങ്ങൾ കമ്പ്യൂട്ടർ എടുക്കുമ്പോൾ ഇതാണ് അതിന്റെ ഡാറ്റ, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഈ സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യും, ഇത് ഇങ്ങനെ കൂടി കൂടി വെച്ചാൽ അത് ചായയാവോ, അല്ലെങ്കിൽ ഇതൊരു പാത്രത്തേക്ക് പാർന്നു വെച്ചാൽ ചായയാവോ? ആവില്ല. ഇതിനെന്ത് ചെയ്യണം നമ്മള്, ഇതിനെ നമ്മളൊന്ന് തിളപ്പിക്കണം, അല്ലെങ്കിൽ കാച്ച എന്ന് പറയും. തിളപ്പിക്കണം. അപ്പൊ എങ്ങനെ തിളപ്പിക്കും നമ്മൾ ഇതിനെങ്ങനെ തിളപ്പിക്കുമ്പോൾ നമുക്ക് എന്താവും, ഇവിടെ ഒരു കാര്യം നടക്കുകയാണ്. ഈ ചായയും പാലും, സോറി, ഈ മിൽക്കും ടീ പൗഡറും എല്ലാം കൂടി നമ്മൾ ഇട്ടിട്ടൊന്ന് തിളപ്പിക്കുന്നു. ഈ തിളപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഈ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് കിട്ടും. എന്താണ്, ടീ എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടും. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഇൻപുട്ട്, പ്രോസസ്സിംഗ്, ഔട്ട്പുട്ട് സൈക്കിൾ. ഈ സൈക്കിളിലൂടെയാണ് നമ്മൾ ഒരു ടീ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം ഈ ഇൻപുട്ട്, പ്രോസസ്, ഔട്ട്പുട്ട് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ. ഇനി എങ്ങനെയാണ് ഇത് കമ്പ്യൂട്ടറിൽ അപ്ലൈഡ് ആവുന്നത് നോക്കാം. നമുക്ക് എങ്ങനെയാണ് ഇത് കമ്പ്യൂട്ടറിൽ അപ്ലൈഡ് ആവുന്നത് നോക്കാം. അപ്പൊ കമ്പ്യൂട്ടറിനും ഇതേപോലെ തന്നെ ഒരു ഇൻപുട്ട് യൂണിറ്റ് ഉണ്ടാവും. അപ്പൊ ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പ്യൂട്ടറിലേക്ക് ഇൻഫോർമേഷൻസ് എടുക്കുന്ന യൂണിറ്റിനാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ആ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഈ ഇൻപുട്ട് യൂണിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, കമ്പ്യൂട്ടറിലേക്ക് ഇൻഫോർമേഷൻ എടുക്കുന്നത്. നിങ്ങൾക്കറിയാം, കമ്പ്യൂട്ടറിന് ഹ്യൂമൻസിന്റെ ലാംഗ്വേജ് അറിയില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷോ മലയാളമോ ഒന്നും കമ്പ്യൂട്ടറിന് അറിയില്ല. കമ്പ്യൂട്ടർ എന്താ അറിയുള്ളൂ, ബൈനറി കോഡ്സ് അല്ലെങ്കിൽ ബൈനറി ലാംഗ്വേജ് അറിയുള്ളൂ. അപ്പൊ കമ്പ്യൂട്ടറിന് ആവശ്യമായിട്ടുള്ള ബൈനറി ലാംഗ്വേജിൽ ഇൻഫോർമേഷൻസ് എത്തിച്ചു കൊടുക്കുന്ന യൂണിറ്റ് ആണ് എന്ത്, ഇൻപുട്ട് യൂണിറ്റ്. അപ്പൊ ഇതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്കൊന്ന് സ്ട്രക്ചർ നോക്കാം. ഇത് കഴിഞ്ഞിട്ട് വരുന്നതാണ് പ്രോസസ്സിംഗ് യൂണിറ്റ്, CPU എന്ന് പറയുന്നത്. ഓക്കെ, CPUവിന്റെ അകത്ത് തന്നെ മെമ്മറി വരും, അതേപോലെ കൺട്രോൾ യൂണിറ്റ് വരും, അതേപോലെ അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റും വരും. ഓക്കെ, ഇതൊക്കെ എന്താണെന്ന് ഇപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഔട്ട്പുട്ട് യൂണിറ്റ്. ഇതാണ് ബേസിക് സ്ട്രക്ചർ അല്ലെങ്കിൽ ഫങ്ഷണൽ സ്ട്രക്ചർ ഓഫ് എ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസ് ഒരുപാട് വരുന്ന ഒരു ഏരിയ ആണ്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ, ഈസിയാണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളുമാണ്. ഓക്കെ, ഇനി ഇത് ഓരോന്നായിട്ട് എന്താന്ന് പഠിക്കാം. ഇങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത്, ഇൻപുട്ട് യൂണിറ്റ് എന്ത് ചെയ്യും, ഇൻപുട്ട് യൂണിറ്റ് പുറത്തുനിന്ന്
അതായത് യൂസേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇൻഫോർമേഷൻ എടുക്കും, ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ മലയാളത്തിൽ അല്ലെങ്കിൽ ഏത് ലാംഗ്വേജ് ആണെങ്കിലും ഉള്ള ഇൻഫോർമേഷൻ എടുക്കും. ആ ഇൻഫോർമേഷന് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷ, അതായത് ബൈനറി കോഡ്സ് ആക്കി മാറ്റിയിട്ട് ആർക്ക് കൊടുക്കും? CPU പ്രോസസ്സിംഗ് യൂണിറ്റിന് കൊടുക്കും. ആ പ്രോസസ്സിംഗ് യൂണിറ്റ് ആ ഡാറ്റേനെ എന്ത് ഓപ്പറേഷൻ ആണോ യൂസർ ചെയ്യാൻ പറഞ്ഞത്, ചിലപ്പം നിങ്ങൾ പെയിന്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും പറഞ്ഞത്, ചിലപ്പോൾ ആഡ് ചെയ്യാൻ വേണ്ടിയായിരിക്കും പറഞ്ഞത്, ചിലപ്പോൾ സബ്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കും പറഞ്ഞത്, ചിലപ്പോൾ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും പറഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതെന്ത് ചെയ്യും? ഔട്ട്പുട്ട് പുറത്തേക്ക് കൊടുക്കും. ഇതാണ് ഇതിന്റെ ബേസിക് സ്ട്രക്ചർ. ഈ കൺഫ്യൂഷൻ ഉള്ളത് ഇവിടെയാണ്. CPU എന്ന് പറഞ്ഞാൽ പ്രോസസ്സിംഗ് ആണ് നടത്തുക. ഇപ്പൊ നിങ്ങൾ ഒരു ഇൻഫോർമേഷൻ കൊടുത്താൽ അത് നേരെ പോവാൻ മെമ്മറിയിലാണ്. മെമ്മറി എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന യൂണിറ്റാണ്. പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പൊ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന യൂണിറ്റ് ആണ് എന്ത്? മെമ്മറി എന്ന് പറഞ്ഞാൽ. ഇവിടെയാണ് കാര്യങ്ങൾ സ്റ്റോർഡ് ആയിട്ടുണ്ടാവുക. നമുക്ക് കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാനുള്ള പ്രോഗ്രാമും ഇൻസ്ട്രക്ഷൻസും ഒക്കെ സ്റ്റോർഡ് ആയിട്ടുണ്ടാവുക എവിടെയാ? മെമ്മറി യൂണിറ്റിലാണ്. ഓക്കെ, അടുത്തതാണ് കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് മൊത്തം കൺട്രോൾ ചെയ്യാൻ ഒരാൾ വേണ്ടേ, അല്ലെ? മെമ്മറി യൂണിറ്റിൽ കാര്യങ്ങളുണ്ടോ, ആ കാര്യങ്ങൾ ശരിയായിട്ട് നടക്കുന്നുണ്ടോ, യൂസർ വർക്ക് ചെയ്ത് യൂസർ തന്ന ഇൻസ്ട്രക്ഷൻസ് പെർഫോം ചെയ്യപ്പെടുന്നുണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്യാനുള്ള യൂണിറ്റ് ആണ് എന്ത് എന്ന് പറയുന്നത്? കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. കൺട്രോൾ യൂണിറ്റ് ആണ് എന്ത് ചെയ്യുക? മെമ്മറി യൂണിറ്റിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് എടുത്തിട്ട് അതിനെ ആർക്ക് കൊടുക്കും? അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിന് കൊടുക്കും. ഈ അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഓപ്പറേഷൻസ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ കൊടുത്തു, 2+2 എന്ന് കൊടുത്തു കമ്പ്യൂട്ടറിന്. 2+2 എന്ന് കൊടുത്താൽ കമ്പ്യൂട്ടറിന് 2 അറിയില്ല, 2 അറിയില്ല, പ്ലസും അറിയില്ല, കമ്പ്യൂട്ടറിന് ഇതൊന്നും അറിയില്ല, നമ്മുടെ സിഗ്നൽസ് ആണ്. അപ്പൊ ഈ ഇൻപുട്ട് ഡിവൈസ് എന്താക്കും? അതിനെ ബൈനറി കോഡാക്കി മാറ്റും. ബൈനറി കോഡാക്കി മാറ്റി അത് CPU കൊടുക്കും. CPU അത് പ്രൈമറി മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും. പ്രൈമറി മെമ്മറിയിൽ നിന്ന് കൺട്രോൾ യൂണിറ്റ് എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു കമാൻഡ് വന്നിട്ടുണ്ട്, 2+2 എന്ന് നോക്കാനുള്ള കമാൻഡ് വന്നിട്ടുണ്ട്. അപ്പൊ അത് ആ കമാൻഡ് ആർക്ക് കൊടുക്കും? അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റിന് കൊടുക്കും. അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റിലാണ് ഇത് പ്രോസസ് ചെയ്യാനുള്ള സാധനം. 2+2 4 ആണ് റിസൾട്ട്. ആ റിസൾട്ട് തിരിച്ച് ആർക്ക് കൊടുക്കും? കൺട്രോൾ യൂണിറ്റ് കൊടുക്കും. കൺട്രോൾ യൂണിറ്റ് അത് മെമ്മറി യൂണിറ്റിന് കൊടുക്കും. മെമ്മറി യൂണിറ്റ് അത് എങ്ങോട്ട് കൊടുക്കും? ഔട്ട്പുട്ട് യൂണിറ്റിന് കൊടുക്കും. ഇങ്ങനെയാണ് നമുക്ക് ആൻസർ. ഇത് പെട്ടെന്ന് നടക്കും ഈ സാധനം. ഇങ്ങനെയാണ് നമ്മൾ ഒരു കമ്പ്യൂട്ടറിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മുടെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാനുള്ള സാധനം, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് യൂസറിന് തിരിച്ചു കൊടുക്കുന്ന സാധനമാണ് എന്ത് എന്ന് പറയുന്നത്? ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയും. ഓക്കെ, ഇതാണ് ഓപ്പറേഷൻ. ഇനി ഇത് ഓരോന്നും നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ ഫസ്റ്റ് വൺ ഇൻപുട്ട് യൂണിറ്റ് എന്താണെന്ന് പഠിക്കാം. അപ്പൊ ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ദ യൂണിറ്റ് കണ്ടെയ്ൻസ് ഡിവൈസസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിച്ച് വി എൻ്റർ ഡാറ്റ ഇൻ ടു കമ്പ്യൂട്ടർ. ദീസ് ഡിവൈസസ് ആർ കോൾഡ് ഇൻപുട്ട് ഡിവൈസസ്. അപ്പൊ ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ എൻട്രി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസസിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ഇൻപുട്ട് യൂണിറ്റ് എന്ന്. ഈ ഡിവൈസസിനെല്ലാം കൂടിയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ യൂണിറ്റിൽ വരുന്ന ഡിവൈസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ദ യൂണിറ്റ് മേക്സ് ലിങ്ക് ബിറ്റ്വീൻ യൂസർ ആൻഡ് കമ്പ്യൂട്ടർ. യൂസറിന്റെയും കമ്പ്യൂട്ടറിന്റെയും അല്ലെങ്കിൽ യൂസറിന്റെയും പ്രൊസസറിന്റെയും ഇടയിലുള്ള ലിങ്ക് ആണ് എന്ത് എന്ന് പറയുന്നത്? ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ യൂസറിന്റെ ലാംഗ്വേജ് ആർക്കറിയില്ല? കമ്പ്യൂട്ടറിന് അറിയില്ല. കമ്പ്യൂട്ടറിന്റെ ലാംഗ്വേജ് ആർക്കറിയില്ല? യൂസറിനും അറിയില്ല. അപ്പൊ ഇതിന്റെ നടുക്ക് ഒരു ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഒരാൾ വേണം. ആ ആളായിട്ട് ആരെ ആക്ട് ചെയ്യും? ഇൻപുട്ട് യൂണിറ്റ് ആക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ദ ഇൻപുട്ട് യൂണിറ്റ് ട്രാൻസ്ലേറ്റ് ദ ഇൻഫോർമേഷൻ ഇൻ ടു ദ ഫോം അണ്ടർസ്റ്റാൻഡബിൾ ബൈ ദ കമ്പ്യൂട്ടർ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങോട്ടുള്ള ലെറ്റേഴ്സ് കാണുന്നുണ്ടാവില്ല, അതാ ഞാൻ റീഡ് ചെയ്തത്. ദ ഇൻപുട്ട് യൂണിറ്റ് ട്രാൻസ്ലേറ്റ്സ് ദ ഇൻഫോർമേഷൻ ഇൻ ടു ദ ഫോം അണ്ടർസ്റ്റാൻഡബിൾ ബൈ ദ കമ്പ്യൂട്ടർ. അതായത് ഹ്യൂമൻ ലാംഗ്വേജസിന് എന്ത് ചെയ്യും? ഇവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജ് ആയിട്ട് മാറ്റുന്ന ഇൻപുട്ട് യൂണിറ്റ് ആണ്. ഇതിന്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ കീബോർഡ്, മൗസ്, സ്കാനർ, ജോയ്സ്റ്റിക് ഒക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾസ്. ഓക്കെ, അപ്പൊ ഇൻപുട്ട് യൂണിറ്റ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇൻപുട്ട് യൂണിറ്റ് നമ്മൾ മനസ്സിലാക്കി. ഇനി CPU എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് CPU നെ കുറിച്ചാണ്. CPU ലാണ് ഇത്രയും വലിയ പാർട്ട് CPU ആണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ചെയ്യുന്നത്, പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ചെയ്യുന്നത് ആരാണ്? CPU ആണ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റേനെ ഇൻഫോർമേഷൻ ആക്കി മാറ്റുന്നത് ആരാണ്? CPU ആണ്. നമ്മൾ നേരത്തെ ടീ ഉണ്ടാക്കാൻ വേണ്ടി ആ മെറ്റീരിയൽസ് ഒക്കെ കൊടുത്തപ്പോൾ അതിനെ ടീ ആക്കി മാറ്റിയത് ആരാണ്? സ്റ്റൗ അല്ലെങ്കിൽ ഗ്യാസ് ആണ്. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഡാറ്റേനെ ഇൻഫോർമേഷൻ ആക്കി മാറ്റുന്നത് ആരാണ്?
CPU ആണ്. ഇപ്പൊ CPU എന്തൊക്കെയാ ചെയ്യുന്നത് നോക്കാം. CPU എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൺട്രോൾ സെന്റർ ഫോർ ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്നത് CPU ആണ്. കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? CPU ആണ്. കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് CPU ആണ്. നമ്മുടെ ബ്രെയിൻ പോലെ തന്നെ കമ്പ്യൂട്ടറിനും ഒരു ബ്രെയിൻ ഉണ്ട്. ആ ബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? CPU ആണ്. ഓക്കെ, എന്തൊക്കെയാ CPU ചെയ്യുന്നത്? CPU ഡാറ്റ സ്റ്റോർ ചെയ്യും, ഡാറ്റ റിസൾട്ടിനെ ഇന്റർപ്രറ്റ് ചെയ്യും, ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യും. അതേപോലെ തന്നെ ഇറ്റ് കൺട്രോൾസ് ദ ഓപ്പറേഷൻസ് ഓഫ് ഓൾ പാർട്സ് ഓഫ് ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിനും അതിനോട് കൂടി അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഇപ്പോൾ കീബോർഡ് ആവാം, മൗസ് ആവാം, അല്ലെങ്കിൽ മോണിറ്റർ ആവാം, പ്രിന്റർ ആവാം, ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? CPU ആണ്. ഈ CPU പ്രധാനമായിട്ടും 3 കോമ്പോണൻസ് ഉണ്ട്. അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ്, മെമ്മറി യൂണിറ്റ് ആൻഡ് കൺട്രോൾ യൂണിറ്റ്. ഇപ്പോൾ സേ നമ്മുടെ ബ്രെയിനും വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ബ്രെയിനിനും എന്തൊക്കെ ഉണ്ട്? നമ്മുടെ ബ്രെയിനിൽ മെമ്മറി സ്റ്റോർ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്, സ്റ്റോറേജിനുള്ള കാര്യങ്ങളുണ്ട്, നമുക്ക് പ്രോസസ്സ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്, അതേപോലെ തന്നെ നമ്മളെ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ CPU എന്തുണ്ട്? ഈ 3 പാർട്സും ഉണ്ട്. മെമ്മറി യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, അരിത്തമാറ്റിക് ലോജിക്കൽ യൂണിറ്റ്. ഇത് മൂന്നും കൂടി പെർഫോം ചെയ്യുമ്പോഴാണ് നമുക്ക് ഡാറ്റ എന്ത് ചെയ്യുന്നത്? ഇൻഫോർമേഷൻ ആയിട്ട് മാറ്റാൻ കഴിയുന്നത്, ഡാറ്റനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇനി നമുക്കിത് ഓരോന്നും എന്താ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോ CPU ഫസ്റ്റ് പാർട്ടാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് കോമ്പോണന്റ് ആണ് മെമ്മറി യൂണിറ്റ്. മെമ്മറി യൂണിറ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, നമുക്ക് ഇത്രയും ഡാറ്റ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതിന് മുൻപേ, അല്ലെങ്കിൽ ഡാറ്റ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ എന്ത് ചെയ്യണം? അതിനെ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഒരു സ്ഥലം വേണം. ആ സ്ഥലത്തു നിന്ന് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡാറ്റന്റെ മേത്തിൽ ഓപ്പറേഷൻ ചെയ്യുക. അങ്ങനെ ഡാറ്റനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് എന്ത് എന്ന് പറയുന്നത്? മെമ്മറി യൂണിറ്റ്. മെമ്മറി യൂണിറ്റ് ഈസ് memory unit store instruction and programs required for processing before and after processing. അതായത് കമ്പ്യൂട്ടർ ഈ അരിത്തമാറ്റിക് ലോജിക്കൽ യൂണിറ്റിനെ പ്രോസസ്സ് ചെയ്യാനുള്ള ഇൻഫോർമേഷൻ, അത് ഡാറ്റ ആവാം, നമ്മൾ നേരത്തെ പറഞ്ഞ 2+2, ആ 2+2 സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആരാണ്? മെമ്മറി യൂണിറ്റ് ആണ്. ഈ മെമ്മറി യൂണിറ്റിൽ നിന്നാണ് ഈ ഇൻസ്ട്രക്ഷൻസ് ഇങ്ങോട്ട് വരുന്നത്. ഓക്കെ, എന്നിട്ട് ഈ ഇൻസ്ട്രക്ഷൻ ഇവര് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ അത് തിരിച്ചു എന്ത് ചെയ്യും? പോവും. അതും സ്റ്റോർ ചെയ്യുന്ന ആരെയാണ്? മെമ്മറി യൂണിറ്റ് ആണ്. ഇതാണ് മെമ്മറി യൂണിറ്റിന്റെ ഫംഗ്ഷൻ. അടുത്തതാണ് അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ആണ് ആക്ച്വൽ ഓപ്പറേഷൻ ചെയ്യുന്നത്. അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ആക്ച്വൽ ഓപ്പറേഷൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ദ അരിത്തമാറ്റിക് ലോജിക്കൽ യൂണിറ്റ് പെർഫോംസ് ഓൾ ദ ഇൻസ്ട്രക്ഷൻ ഓർ ദ അരിത്തമാറ്റിക് ലൈക്ക് പ്ലസ്, മൈനസ്, മൾട്ടിപ്ലൈ ആൻഡ് ഡിവിഷൻ and logical operation like greater than, smaller than, equal to, greater than equal to, smaller than equal to. ഈ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്ന ആരാണ്? അരിത്തമാറ്റിക് ലോജിക്കൽ. ഈ ഓപ്പറേഷൻ മാത്രമല്ല, മാത്തമാറ്റിക്കലുള്ള മാത്രമല്ല, നിങ്ങൾ ഒരു മൂവി കാണണം, നിങ്ങൾക്ക് ഒരു പിക്ചർ ഡൗൺലോഡ് ചെയ്യണം, ഇതിനൊക്കെ വേണ്ടി ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് പ്രോസസ് ചെയ്യുന്നുണ്ട്. ആ പ്രോസസ്സിംഗ് നടത്തുന്ന ആരാണ്? അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ് ആണ്. ഓക്കെ, ഇതിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു, 2 നമ്പേഴ്സ് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ 2 നമ്പറിൽ ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്ന് കമ്പയർ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻസ്ട്രക്ഷൻ മെമ്മറി യൂണിറ്റ്സ് എന്ത് ചെയ്യും? മെമ്മറി യൂണിറ്റ്സിന് കൺട്രോൾ യൂണിറ്റ്സ് ആ ഇൻസ്ട്രക്ഷൻ ആർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കും? അരിത്തമാറ്റിക് ലോജിക്കൽ യൂണിറ്റിലേക്ക് എത്തിക്കും. അരിത്തമാറ്റിക് ലോജിക്കൽ യൂണിറ്റ് ഈ ഓപ്പറേഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിനെ തിരിച്ച് മെമ്മറി യൂണിറ്റ് തന്നെ എത്തിക്കും. ഓക്കെ, ഇതാണ് അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ചെയ്യുന്നത്. ഓക്കെ, റിസൾട്ട്സ് ആർക്ക് തിരിച്ചു കൊടുക്കും? മെമ്മറി യൂണിറ്റ്സിന് തിരിച്ചു കൊടുക്കും. ഇതിനുള്ള ഇൻസ്ട്രക്ഷൻ കിട്ടുക എവിടെ നിന്നാണ്? മെമ്മറി യൂണിറ്റ്സ് നിന്നാണ് ഇൻസ്ട്രക്ഷൻ കിട്ടുക, ത്രൂ കൺട്രോൾ യൂണിറ്റ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് കൺട്രോൾ യൂണിറ്റ്. ഇപ്പോൾ കൺട്രോൾ യൂണിറ്റ്സ് ചെയ്യുന്നത് ടോട്ടൽ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യാം. The control unit controls and guides the interpretation, flow and manipulation of all data and information. Okay, the control unit sends control signals until required operations are done properly by ALU and memory. Control unit ആണ് നമ്മുടെ മൊത്തം സിസ്റ്റത്തിന് എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത്. ഈ മെമ്മറി യൂണിറ്റിനെയും അരിത്തമാറ്റിക് യൂണിറ്റിനെയും കൊണ്ടൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുന്നത് ആരാണ്? കൺട്രോൾ യൂണിറ്റ് ആണ്. കൺട്രോൾ യൂണിറ്റ് ആണ് മേക്ക് ഷുവർ ചെയ്യുന്നത് അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റും മെമ്മറി യൂണിറ്റും പ്രോഗ്രാമിൽ പറഞ്ഞതുപോലെ ഇൻസ്ട്രക്ഷൻസ് ചെയ്തു തീർക്കുന്നുണ്ട് എന്ന്. ഓക്കെ, ഇറ്റ് റിസീവ്സ് ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറി ആൻഡ് എക്സിക്യൂട്ട്സ് ദം വൺ ആഫ്റ്റർ അതർ. ഇപ്പൊ കൺട്രോൾ യൂണിറ്റിനും സ്വന്തമായിട്ട് സ്റ്റോറേജ് ഉണ്ടാവില്ല, അതിനുള്ള ഇൻഫോർമേഷൻ എവിടുന്ന കിട്ടുക? മെമ്മറിയിൽ നിന്നാണ് കിട്ടുക. എന്നിട്ട് അത് 1 by 1 അത് ഫോളോ ചെയ്യും. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഔട്ട്പുട്ട് യൂണിറ്റ്. ഔട്ട്പുട്ട് യൂണിറ്റും നേരത്തെ നമ്മൾ ഇൻപുട്ട് പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഈസ് ആൻ ലിങ്ക് ബിറ്റ്വീൻ യൂസർ ആൻഡ് ദ കമ്പ്യൂട്ടർ. ഇപ്പൊ ഇവിടെ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ബൈനറി ഫോമിലായിരിക്കും.
ഇതിനെ നേരത്തെ ഇൻപുട്ട് യൂണിറ്റ് ചെയ്ത പോലെ വീണ്ടും എന്ത് ചെയ്യണം, ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിൾ ഫോമിലേക്ക് ആക്കണം. അതാരാ ചെയ്യുക? ഔട്ട്പുട്ട് യൂണിറ്റ് ആണ് ചെയ്യുക. ഔട്ട്പുട്ട് യൂണിറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ ദ ഡിവൈസസ് വിച്ച് ഹെൽപ്പ് to get the information from the user to get the information from the computer. യൂസറിന് കമ്പ്യൂട്ടറിൽ നിന്ന് ഇൻഫോർമേഷൻ തിരിച്ചു കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഔട്ട്പുട്ട് ഡിവൈസസ്. ആ ഡിവൈസസിനെ എല്ലാം കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതും ഒരു ലിങ്ക് ആണ് കമ്പ്യൂട്ടറും യൂസറും തമ്മിലുള്ളത്. ഇതെന്താ ചെയ്യുന്നത്? ട്രാൻസ്ലേറ്റ് ദ കമ്പ്യൂട്ടേഴ്സ് ഔട്ട്പുട്ട് ഇൻ ടു ഫോം അണ്ടർസ്റ്റാൻഡബിൾ ബൈ യൂസർ. ഓക്കെ, ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് മോണിറ്റർ, പ്രിന്റർ, എക്സെട്ര ആണ് ഇതിന്റെ എക്സാമ്പിൾസ്. ഇതാണ് ബേസിക്കലി ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഇത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിനെ കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഈ ചാർട്ടും നിങ്ങൾ മറക്കാതെ, ഈ ആരോസ് ഇമ്പോർട്ടന്റ് ആണ്, ഈ ആരോസ് ഒക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ പഠിക്കണം. ഓക്കെ, താങ്ക് യു.